ഇന്ന് നമ്മൾ പോണത് നമ്മളെ സ്വന്തം മിഠായി തെരുവിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ ചാടിക്കേറി ബസ്സിൽ കേറി. ബസ് നമ്മളൊരു സന്ധ്യാസമയത്താണ് കേട്ടോ പോകുന്നത്. ഒരു ഈവനിംഗ് ടൈമിലാണ് പോകുന്നത്. അങ്ങനെ നമ്മള് എസ്എം സ്ട്രീറ്റിലെത്തി. പഴയതുപോലെയല്ല, ഇപ്പം നമുക്ക് റിലാക്സ് ആയിട്ട് അതിൽ നമുക്ക് നടക്കാനും പർച്ചേസ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ പറ്റും. പണ്ട് അതിലെ എന്താ പറയുക, വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ സ്വന്തം മാനാഞ്ചിറ സ്ക്വയറിലേക്ക് പോയി. അവിടെ പഴയതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാനിങ്ങനെ വല്ലപ്പോഴും വരുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. എനിക്ക് പഴയതിനേക്കാളും ഭംഗിയായിട്ട് തോന്നി. എൻ്റെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് മാനാഞ്ചിറ സ്ക്വയർ. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറേ ഫാമിലീസും കുട്ടികൾ കളിക്കുന്ന, പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് വൃത്തിയാണ് കേട്ടോ. ഭയങ്കര വൃത്തിയായിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാനൊക്കെ വളരെ പണ്ട് തൊട്ടേ വരാറുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ഒരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ വളരെ ഭംഗിയായിട്ടും നീറ്റോട് കൂടിയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരുപാട് ഓർമ്മകളാണ് ഇവിടെ വരുന്ന സമയത്ത് ഉണ്ടാവുക. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്ത സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഇവിടെ കണ്ടപ്പം, ഓർമ്മകളും കുറച്ചിങ്ങനെ എന്താ പറയുക, കുറച്ച് സങ്കടമൊക്കെ വന്നു കേട്ടോ. നമ്മളുടെ ആ ഒരു കുട്ടിക്കാലം ഇനി ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്ത് പണ്ട് നടന്ന വഴികളും കാര്യങ്ങളും അന്ന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും വളരെ ഒരു നല്ലൊരു വൈബായിരുന്നു. അതൊന്നും ഒരിക്കലും ഇനി നമുക്ക് കിട്ടില്ല. നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ സന്തോഷായിട്ട് നമ്മൾ കൊണ്ട് നടക്കുക. അതേ മനുഷ്യൻ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി എന്താ പറയുക, ഭയങ്കര ഒരു സമാധാനം മനസ്സിന് തോന്നി കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഒന്ന് സന്ധ്യയായപ്പം ലൈറ്റുകളൊക്കെ ഇട്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നി. അവിടുന്ന് അങ്ങോട്ട് വരാനേ തോന്നിയില്ല. വളരെ ഒരു ശാന്തമായിട്ട്. പിന്നെ ആളുകളാണെങ്കിലും ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ആളുകൾ, അത്ര ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കപ്പിൾസും ഫാമിലീസും അങ്ങനെ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞ് എൻ്റെ കോഴിക്കോടൻ വ്ളോഗ്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ. താങ്ക് യു.